ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ദേവീനാരായണീയം ദശകം 2 ഹയഗ്രീവ കഥയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 1, 2, 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് 4, 5, 6 എന്നീ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദങ്ങളുടെ ഛേദം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് ശ്രവിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ശ്രവിക്കുക. അതിനുശേഷം പദച്ഛേദം എങ്ങനെയാണെന്ന് നോക്കുക. അതനുസരിച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക. അന്വയാർത്ഥവും മനസ്സിലാക്കണം, വ്യാഖ്യാനവും ശ്രവിക്കുക. ആദ്യം പാരായണം. ശ്രീ ഗുരുഭ്യോ നമഃ. കായാത് ശിരസ്തൂത്പതിതം മുരാരേഃ പശ്യത്സു ദേവേഷു പപാത സിന്ധൗ ചേതഃ സുരാണാം കദനേ നിമഗ്നം ഹാഹേതി ശബ്ദഃ സുമഹാനഭൂച്ച. ശ്ലോകം 5 പാരായണം. കിമത്ര കൃത്യം പതിതേ ഹരൗ നഃ കുർമഃ കഥം വേതി മിഥോ ബ്രുവാണാൻ ദേവാൻ വിധാതാഃ ഭവേന്ന കാര്യമകാരണം ദൈവമഹോ ബലീയഃ. ധ്യായേത ദേവീം കരുണാർദ്രചിത്താം ബ്രഹ്മാണ്ഡ സൃഷ്ട്യാദികഹേതുഭൂതാം സർവാണി കാര്യാണി വിധാസ്യതേന സാ സർവശക്താ സഗുണാ ഗുണാ ച. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ശ്ലോകം 4 പദച്ഛേദം.
കായാത് ശിരഃ തു ഉത്പതിതം മുരാരേः പശ്യത്സു ദേവേഷു പപാത സിന്ധൗ ചേതഃ സുരാണാം കഥനേ നിമഗ്നം ഹാ ഹാ ഇതി. ഹാഹേതി എന്നുള്ള പദം ഛേദിക്കുമ്പോൾ ഹാ ഹാ ഇതി ശബ്ദഃ സുമഹാൻ അഭൂത് ച. സുമഹാനഭൂച്ച പദം ഛേദിക്കുമ്പോൾ സുമഹാൻ അഭൂത് ച. പദങ്ങളുടെ ആ അന്വയാർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ദേവേഷു പശ്യത്സു, ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കെ, കായാത് ഉത്പതിതം, ഉടലിൽ നിന്ന് മേലോട്ട് തെറിച്ച, മുരാരേഹേ, ആരണ മുരാരി? വിഷ്ണു. വിഷ്ണുവിൻ്റെ ശിരഹാതു, ശിരസാകട്ടെ, സിന്ധൗ പപാത, സിന്ധൗ എന്ന് വെച്ചാൽ സമുദ്രം, ആ സമുദ്രത്തിൽ വന്നു വീണു. ആ ശിരസ്, വിഷ്ണുവിൻ്റെ ശിരസ് സമുദ്രത്തിൽ വന്നു വീണു. സുരാണാം ചേതഃ, ദേവന്മാരുടെ മനസ്സ് കഥനേ നിമഗ്നം, ദുഃഖത്തിലാണ്ടുപോയി. അവർ വല്ലാതെ ദുഃഖിച്ചു. സമുദ്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശിരസ് വധിച്ചു. അപ്പോൾ ദേവന്മാരുടെ മനസ്സ് ദുഃഖിച്ചു. ഹാ ഹാ ഇതി, അയ്യോ അയ്യോ എന്നിങ്ങനെ, സുമഹാൻ ശബ്ദ, വല്ലാത്ത ശബ്ദം, അഭൂത് ച, ഉയർന്നു വരികയും ചെയ്തു. ആ ദേവന്മാരെ ഭഗവാന്റെ ശിരസ് സമുദ്രത്തിൽ വീണപ്പോൾ വല്ലാതെ ശബ്ദത്തോടു കൂടിയിട്ട് അയ്യോ അയ്യോ എന്നിങ്ങനെ ഉയർന്ന് വന്നു എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ദേവന്മാര് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ കഴുത്ത് മുറിഞ്ഞു അല്ലേ, തലതെറിച്ചും പോയി. വിഷ്ണുവിനെ ഉണർത്താനുള്ള ബ്രഹ്മാവിൻ്റെ ഉദ്യമവും ഫലിച്ചു. അത് ഉദ്യമം ഫലിക്കാതെ പോയി. അതായത് ബ്രഹ്മാവ് ഒരു ചെതലിനെയൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിലും ഭഗവാൻ എങ്ങനെയെങ്കിലും ആ ഉണർന്നു വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഷ്ണുവിനെ ഉണർത്താനുള്ള ബ്രഹ്മാവിൻ്റെ ഉദ്യമം ഫലിക്കാതെ പോയി. ഉണർന്നില്ല എന്ന് മാത്രമല്ല, ഉണർത്തിയില്ല എന്ന് മാത്രമല്ല, കഴുത്ത് തെറിച്ചും പോയി. അബദ്ധം മാത്രം ആയി ബാക്കി. അപ്പോൾ ദേവന്മാർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കായാശിര, കായാശിരത്തൂത് പതിതം മുരാരെ, വിഷ്ണു ഭഗവാൻ ഉണർന്നെഴുന്നേറ്റില്ല എന്ന് തന്നെയല്ല, കഴുത്ത് മുറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. തലമുകളിലേക്ക് തെറിച്ചും പോയി. അതെവിടെയാണ് തെറിച്ചു പോയത്? പപാത സിന്ധവും, നേരെ സമുദ്രത്തിലേക്ക് ചെന്ന് വീണു. ദേവന്മാരോ, ദേവന്മാർക്ക് വല്ലാതെ ദുഃഖം തോന്നി, വല്ലാതെ അവർ വിഷമിച്ചു പോയി. അവർ ദുഃഖത്തിലാണ്ടു. എന്നിട്ടോ അവർ ദുഃഖം കൊണ്ട് ഹാ ഹാ അയ്യോ അയ്യോ, കഷ്ടം കഷ്ടം തന്നെ എന്നിങ്ങനെ ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, എന്നിട്ട് എന്താ ഉണ്ടായത്? ലോകത്തിന് ആകെ ഒരു അന്ധകാരം വന്നു. ഭഗവാന്റെ ശിരസ്സാണ് പോയിരിക്കുന്നത്. അപ്പൊ ലോകം അന്ധകാരത്തിൽ ആവില്ലേ? ഇവിടെ ഭഗവാന്റെ കഴുത്താണ് മുറിഞ്ഞു പോയിരിക്കുന്നത്. ആ കഴുത്ത് പോയപ്പോൾ ശരീരത്തിൽ നിന്ന് മേൽപോട്ടേക്ക് തെറിച്ചു പോയ ശിരസ് എവിടേക്കാണ് വീണത്? സമുദ്രത്തിലേക്കാണ് വന്ന് വീണത് അല്ലേ? അപ്പോൾ ദേവന്മാരതൊക്കെ കണ്ടിട്ട് അയ്യോ അയ്യോ കഷ്ടം കഷ്ടം, ഹാ ഹാ എന്ന ശബ്ദമൊക്കെ അവരുടെ ആ ശബ്ദം ഉയർന്നു വന്നു. ദുഃഖം അവര് ദേവന്മാർക്ക് വല്ലാതെ ദുഃഖത്തിലാണ്ടുപോയി എന്നാ പറയണത്. നാലാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം എന്താണെന്ന് നോക്കാം. കിം അത്ര കൃത്യം പതിതേ ഹരൗ നഹ കുർമഃ കഥം വാ ഇതി മിഥഃ. കുർമഃ കഥം വേതി മിഥോ ബ്രുവാണാൻ. ആ പദം കഥം വാ ഇതി മിഥഃ ബ്രുവാണാൻ. ദേവാൻ വിധാതാ ആഹ ഭവേത്
ന ഇവിടെ ദേവാൻ വിധാതാ ഭവേന്ന പദം ഛേദിക്കുമ്പോൾ ദേവാൻ വിധാതാ ആഹ ഭവേത് ന കാര്യം അകാരണം ദൈവം അഹോ ബലീയ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ഹരൗ പതിതേ, ഹരൗ വിഷ്ണുവിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. തലയാണല്ലോ അത് കഴുത്തുനിന്ന് വേർപെട്ട് പോയില്ലേ തല, അത് സമുദ്രത്തിലേക്ക് അങ്ങ് ചെന്നും വീണു. അത്ര നഹ ഈ ഘട്ടത്തിൽ നമുക്ക്, ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് ദേവന്മാര്, നമുക്ക് കൃത്യം കിം എന്ത് ചെയ്യാൻ കഴിയും, കഥം വാ കുർമ്മഹ എങ്ങനെ ചെയ്യാൻ കഴിയും, ഇതിമിത എന്നിങ്ങനെ ദേവന്മാര് അന്യോന്യം പരസ്പരം ബ്രുവാണാൻ ദേവാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ദേവന്മാരോട് അവർ പറഞ്ഞു, നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ചെയ്യും എന്നൊക്കെ അങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ദേവന്മാരോട് വിധാത ആഹ, വിധാതാവ് ആരാണ്, ബ്രഹ്മാവ്. ബ്രഹ്മാവ് പറഞ്ഞു, കാര്യം ഒരു കാര്യവും അകാരണം കാരണമില്ലാതെ ന ഭവേത് സംഭവിക്കയില്ല. ഒരു കാര്യവും കാരണമില്ലാതെ സംഭവിക്കില്ല. അഹോ കഷ്ടം, ദൈവം ബലീയ വിധി കർമ്മഫലം ബലവത്തരം തന്നെ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ദേവന്മാർക്ക് എപ്പോഴും ആപത് ബന്ധു ആരാണ്, വിഷ്ണു ഭഗവാനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ തലയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ദേവന്മാര് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുകയാണ്, അന്യോന്യം ചോദിക്കുകയാണ്. അതായത് ദൈവം ബലീയ വിധി കർമ്മഫലം, ഈ കർമ്മഫലം എത്ര വലുതാണ്, ബലവത്തരം തന്നെ. കാരണം ആപത് ബന്ധുവാണ് വിഷ്ണു ഭഗവാൻ. ആ ആപത് ബന്ധുവായ വിഷ്ണു ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. ദേവന്മാർക്ക് എല്ലായ്പ്പോഴും ആപത് ബന്ധുവായ വിഷ്ണു ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഹരൗ പതിതേ അത്രനഹ ഈ ഘട്ടത്തില്, വിഷ്ണുവിന് ആപത്ത് വന്നിരിക്കുന്ന ഈ ഘട്ടത്തില് നമ്മൾ കൃത്യം കിം, ദേവന്മാർ അന്യോന്യം പറയാണ്, ആ വിഷ്ണുവിൻ്റെ തല പോയി, ഇനി എന്ത് ചെയ്യും, കഥം വക്കുർമഹ എങ്ങനെ ചെയ്യാൻ കഴിയും, നമ്മളെയൊക്കെ രക്ഷിക്കേണ്ട ആ ആളാണ്, ആ ഭഗവാനാണ് ആപത്ത് വന്നിരിക്കുന്നത്. ആ ഭഗവാന്റെ കഴുത്ത് മുറിഞ്ഞു പോയിരിക്കുന്നു, തലയും പോയി, എന്താ ഇനി ചെയ്യുക. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യവും കാരണമില്ലാതെ സംഭവിക്കയില്ല എന്നാണ്. കാര്യം അകാരണം ന ഭവേത്, അകാരണം ദൈവമഹോബലീയ ഭവേന്ന കാര്യം അകാരണം ദൈവമഹോബലീയ. ഈശ്വരനൊരു സങ്കല്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. ഒരു കാര്യം വേണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. തലതെറിച്ചു പോകാൻ പാകത്തിന് എന്തോ ഒരു പൂർവകർമ്മം വിധി വിഷ്ണുവിനുണ്ടായിരുന്നു. കർമ്മഫലം ആർക്കും തടുക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ദേവന്മാരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബ്രഹ്മാവ്. എന്തോ ഒരു പൂർവ കർമ്മം വിധി അത് വിഷ്ണുവിന് ഉണ്ടായിരുന്നു. കർമ്മഫലം ആർക്കും തടുക്കാൻ സാധിക്കില്ല, കർമ്മഫലം അനുഭവിച്ചേ തീരൂ. അത് വിഷ്ണുവിന് പോലും അങ്ങനെ തന്നെ എന്നാണ് ഇവിടെ ഈ 5-ാം ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് ആ ദേവന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു കാര്യവും കാരണമില്ലാതെ സംഭവിക്കില്ല. എന്തോ ഒരു വിധി ഭഗവാനുണ്ട്, വിഷ്ണുവിനുണ്ട്. കർമ്മഫലമല്ലേ, അത് ഭഗവാനായാലും അനുഭവിച്ചേ തീരൂ. കർമ്മഫലം ആരായാലും അനുഭവിക്കണം എന്ന് പറയുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 6 പദച്ഛേദം നോക്കാം. ധ്യായേതാ ദേവീം കരുണാർദ്രചിത്താം ബ്രഹ്മാണ്ഡ സൃഷ്ട്യാദികഹേതുഭൂതാം സർവാണി കാര്യാണി വിധാസ്യതേ നഃ സാ സർവശക്ത സഗുണ അഗുണ ച.
അന്വയാർത്ഥം നോക്കാം. ബ്രഹ്മാണ്ട സൃഷ്ട്യാധിക ഹേതുഭൂതാം, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയും കരുണാർദ്രചിത്താം കാരുണ്യവതിയും ആയ ദേവീം ധ്യായേത, ദേവിയെ ധ്യാനിക്കുവിൻ. സഗുണ അഗുണാച, സഗുണയും നിർഗുണയും സർവശക്ത സ, സർവശക്തയുമായ ആ ദേവി നഹ, നമ്മുടെ സർവാണീ കാര്യാണി, എല്ലാ കാര്യങ്ങളും, ഏതു കാര്യങ്ങളും വിധാസ്യതേ, വേണ്ടതുപോലെ നടത്തിത്തരും. ആ ദേവി ഏതു കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നടത്തിത്തരും. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് തുടർന്ന് അവരോട് പറയുകയാണ്. എന്താണ് പറയണത്? ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിയാദി, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം, ഇവയ്ക്കൊക്കെ കാരണഭൂതയായിരിക്കുന്ന ആ ജഗദംബയെ, ആ ദേവിയെ, ആ ദേവി എങ്ങനെയുള്ളതാണ്? കരുണാർദ്രചിത്താം, കാരുണ്യവതി, കാരുണ്യസ്വരൂപിണി, കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള ആ ജഗദംബ, ആ ദേവി, ആ ദേവിയെ ധ്യായേത ദേവീം, ആ ദേവിയെ ധ്യാനിക്കുവാനായിട്ട് ബ്രഹ്മാവ് ദേവന്മാരോട് ഉപദേശിച്ചു. അപ്പോൾ സഗുണയോ നിർഗുണയോ ആയ ദേവിയെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ധ്യാനിക്കാം. സഗുണോ നിർഗുണോ, ഏത് രൂപത്തിലാണെങ്കിലും, രൂപമില്ലാതെ ആവാം, രൂപത്തോടു കൂടിയിട്ടും ആവാം. അങ്ങനെയുള്ള ആ ദേവിയെ നിങ്ങൾ എല്ലാവരും ധ്യാനിക്കുക. സർവകാരണഭൂതയും സർവശക്തയുമാണ് ആ ദേവി, കൃപാവത്സലയുമാണ്. ആ ദേവിയെ നമുക്ക് ആരാധിക്കാം, ധ്യാനിക്കാം. അപ്പോൾ ആ ദേവി എന്തു ചെയ്തു തരും? സർവകാര്യങ്ങളെയും വേണ്ടതുപോലെ ആക്കിത്തരും. സർവാണി കാര്യാണി വിധാസ്യതേ, ഏതു കാര്യവും അമ്മ വേണ്ടതുപോലെ നടത്തിത്തരും. ശക്തിസ്വരൂപിണിയായ ദേവിയെ ആദ്യ ദശകത്തിൽ, അതായത് ആദ്യത്തെ ദശകത്തിൽ 5-ാം ശ്ലോകം, ബ്രഹ്മത്തിൽ പ്രകടാവസ്ഥയാണ്, നിർഗുണസ്വരൂപിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ദശകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സഗുണയായ ദേവി വ്യക്തമായ രൂപമുള്ളവളാണ്. സഗുണയെ ധ്യാനിച്ചാലും നിർഗുണയെ ധ്യാനിച്ചാലും ഫലം ഒന്നു തന്നെയാണ്. ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് നിർഗുണോപാസന സാധ്യമാവും. എന്നാൽ സാധാരണയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ദേവിയെ ഒരു സ്വരൂപത്തോടു കൂടി കണ്ടാൽ മാത്രമേ ആ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്നാ പറയണത്. അപ്പോൾ ശംഖ് ചക്രം അഭയം വരദഹസ്തങ്ങളോട് കൂടിയിട്ടുള്ള ദേവിയായിട്ട്, അല്ലെങ്കിൽ ശംഖ് ചക്രം വാൾ എന്നിവ ധരിച്ചിട്ടുള്ള ഭദ്രകാളിയായിട്ട്, ഇങ്ങനെയൊക്കെ ഏത് രൂപത്തിലാണെങ്കിലും, ഇനി രൂപമില്ലാതെയാണെങ്കിലും ധ്യാനിച്ചോളൂ. നിങ്ങളെല്ലാവരും ആ ദേവിയെ ധ്യാനിച്ചോളൂ, ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ബ്രഹ്മാവ് പറയുന്നു. ഉപാസകന്മാരുടെ സൗകര്യാർത്ഥം, ഉപാസകന്മാരുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ചാണ് ദേവിയുടെ സ്വരൂപത്തിൽ മാറ്റം വരുന്നത്. അല്ലെങ്കിൽ രൂപം തന്നെ ഇല്ലാതെ ആവണത്. അതായത് ഉപാസിക്കുന്നവർക്ക് ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ചാണ് ദേവിയുടെ സ്വരൂപത്തിൽ മാറ്റം വരിക, അല്ലെങ്കിൽ രൂപം തന്നെ ഇല്ലാതെയാവുന്നത്. ഇതൊക്കെ ആ ഉപാസകന്മാരുടെ സൗകര്യാർത്ഥം, അവരുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ചാണ് ഇതെല്ലാം ഉണ്ടാവുക. അപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോട് പറയണു, സഗുണയെ ധ്യാനിച്ചാലും നിർഗുണയെ ധ്യാനിച്ചാലും ഫലം ഒന്നു തന്നെ എന്നാണ് പറയുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദമന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ആ ജഗദംബയുടെ തൃപാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങളുടെ
പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എല്ലാം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.